ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വൃത്തികേടുകൾ മാത്രം എഴുതി വെച്ചിരിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത്രയ്ക്കും സഭ്യത പ്രതീക്ഷിച്ചാൽ മതി. എന്നാലും നമ്മൾ ഒരുപാട് സെൻസർ ചെയ്തിട്ട് തന്നെയാണ് പബ്ലിക്കിൽ ഇത്തരം വിഷയങ്ങൾ പറയാറുള്ളത്. കാരണം എന്താണെന്ന് അറിയാമോ? നാണം കെട്ട് തൊലി ഉരിഞ്ഞു പോകുവാണ് ഇസ്ലാം മതത്തിന്റെ പ്രമാണങ്ങൾ വായിക്കുമ്പോൾ. അപ്പൊ ആ മതം ഉപേക്ഷിച്ചിട്ടും നമ്മളെ ജീവിക്കാൻ വിടാത്തതിന്റെ പേരിലാണ് വീണ്ടും ആ മതഗ്രന്ഥങ്ങൾ എന്താണ് അതിനകത്ത് പറയുന്നത് എന്ന് നമുക്ക് പബ്ലിക്കിനോട് പറയേണ്ടി വരുന്നത്. മതം വിടുന്നവരെ അവരുടെ വഴിക്ക് വിട്ടാൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ സേഫായിട്ട് നിങ്ങളുടെ ഷോക്കേസുകളിൽ ഇരിക്കും. പബ്ലിക് നിങ്ങളുടെ മതത്തെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് തന്നെ ഭയഭക്തിയോടുകൂടി മുന്നോട്ട് പോകുകയും ചെയ്യും. മറിച്ച് ഈ മതം ചക്കരയാണെന്നും അതുകൊണ്ട് ഞങ്ങൾ നരകത്തിന്റെ വിറകുകൊള്ളിയാണെന്നും പറഞ്ഞ് പിന്നാലെ കൂടി ഇല്ലാക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് കൊല്ലാനും ഭീഷണിപ്പെടുത്താനും തെറിവിളികളുമായിട്ട് അഭിഷേകം ചെയ്ത് പിന്നാലെ കൂടുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മതം വീണ്ടും 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 പബ്ലിക്കിൽ തൊലി ഉരിക്കപ്പെടുന്നത്, വിവസ്ത്രരായി നിൽക്കേണ്ടി വരുന്നത്. ശരി, ഇനി ഒരു ഹദീസിനെ സംബന്ധിച്ച്, പ്രായപൂർത്തിയായ സ്ത്രീകളുടെ മുലകുടിയെ സംബന്ധിച്ച് നമ്മുടെ എം അക്ബറിന്റെ ഒരു പ്രഭാഷണം ഒന്ന് കേട്ടു നോക്ക്. പ്രശ്നം ഹദീസ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അഥവാ എന്താന്ന് വെച്ചാൽ ഹദീസ് ഞാൻ പറയാം. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയാണ് പറയുന്നതാണ് എൻ്റെ ഓർമ്മ. സാലിം ഞങ്ങളുടെ ദത്തുപുത്രനെ പോലെ കരുതപ്പെട്ടിരുന്നയാളായിരുന്നു. അവർ ഞങ്ങളുടെ വീട്ടിൽ ഒരു മകനെ പോലെ പെരുമാറിയിരുന്നു. ഖുർആനിലെ ദത്തുപുത്ര സമ്പ്രദായം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ആയത്തിറങ്ങിയപ്പോ ഭർത്താവ് അബൂ സുലൈമിന്, ആളുകളുടെ പേര് ചിലപ്പോൾ തെറ്റായിരിക്കും, എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഹദീസിന്റെ അത് മാത്രമാണ് പറയുന്നത്. അബൂ സുലൈം എന്തായി, ഇവനെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞു. കാരണം മകനായി പരിഗണിക്കാൻ പാടില്ല എന്നാണ് ആയത്ത്. അപ്പൊ സ്വാഭാവികമായിട്ടും അന്യയാണ്. ഇന്നലെ വരെ മകനായിരുന്നു. വളർത്തുമക്കളൊക്കെ സ്വന്തം മക്കളെ പോലെ കരുതി അനന്തരാവകാശം വരെ നൽകി വന്നിരുന്ന സമൂഹത്തില് പ്രവാചകൻ ഒരു നിയമം കൊണ്ടുവരുവാണ് അള്ളാഹുവിന്റെ അനുമതിയോടെ. എന്ത്? വളർത്തുമക്കൾ സ്വന്തം മക്കളെ പോലെ അല്ല, അവരുടെ ഭാര്യമാരെ വേണമെങ്കിലും കെട്ടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു നിബന്ധന അള്ളാഹു വെക്കുന്നുണ്ട്. വളർത്തുമക്കളുടെ ആവശ്യം അവളിൽ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവളെ നിനക്ക് കെട്ടാമെന്നാണ് സെയ്ദിന്റെ വിഷയത്തിൽ പ്രവാചകൻ അള്ളാഹു നൽകുന്ന ഖുർആനിലെ കൽപ്പന. ശരി, അന്യായതുകൊണ്ട് തന്നെ അവര് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് ഭയങ്കര പ്രയാസമായി. ഞാന് അവരെ, കാരണം ഇതുവരെ ചെറുപ്പം മുതലേ മകനെ പോലെ വളർന്നു വന്നത്, ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പിന്നെ സൗന്ദര്യം അവൻ കാണുന്നതിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഗുഹ്യഭാഗങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, സ്വാഭാവികമായിട്ടും ഔറത്തിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രയാസമായി. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, നീ ഒരു പണി ചെയ്യ്, സാലിമിന് നീ മുലപ്പാൽ കൊടുക്കുക. അങ്ങനെ ഞാൻ അവന് മുലപ്പാൽ കൊടുത്തു. അതുവഴി ഞങ്ങൾ തമ്മിലുള്ള മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെട്ടു. അതുവഴി പിന്നീട് ഈ പ്രശ്നം ഉണ്ടായില്ല. ഇതാണ് ഹദീസ്. വലിയൊരു മനുഷ്യർക്ക് മുലപ്പാൽ കൊടുക്കുക. അക്ബർ സാഹിബേ അവിടെ നിൽക്കൂ, ഹദീസ് ഞാൻ വായിച്ചു തരാം. ഹദീസ് അല്ലേ നിങ്ങളുടെ പ്രശ്നം? ഹദീസ് തന്നെ വായിക്കാം നമുക്ക്. പ്രായപൂർത്തിയായവർക്ക് മുല കുടിക്കാൻ പറഞ്ഞ ഹദീസ്. അബൂ ഹുദൈഫയുടെ ഭാര്യയായിട്ടുള്ള സഹ്ല ബിൻതു സുഹൈൽ പ്രവാചകന്റെ അടുത്ത് വന്നതുമായി ബന്ധപ്പെട്ട സംഭവം സ്വഹീഹു മുസ്ലിമിൽ 1453 ഹദീസിൽ വിവരിക്കുന്നുണ്ട്. അബൂ ഹുദൈഫയുടെ ദത്തുപുത്രനായ സാലിം അബൂ ഹുദൈഫയുടെ കുടുംബവുമായിട്ട് ഒരുമിച്ച് താമസിച്ചിരുന്നു. സാലിം പ്രായപൂർത്തിയായപ്പോൾ, വയസ്സ് എത്രയാണെന്ന് നിങ്ങൾ തീരുമാനിച്ചോ? വീടിനുള്ളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അബൂ ഹുദൈഫയ്ക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നതായിട്ട് സഹ്ല ബിൻതു സുഹൈൽ പ്രവാചകനോട് പരാതിപ്പെടുന്നു. ഇതിന് പരിഹാരമായിട്ട് സാലിമിനു മുല കൊടുത്ത് അദ്ദേഹത്തെ വിവാഹബന്ധം നിഷിദ്ധമാക്കുന്നവരുടെ പട്ടികയിലാക്കാൻ പ്രവാചകൻ നിർദ്ദേശിക്കുന്നു. ഇതാണ് ഹദീസിന്റെ ചുരുക്കം. അപ്പോ ആ ഹദീസില് റിജാൽ എന്ന പദം പ്രയോഗിക്കുന്നുണ്ട്. അതായത് റിജാൽ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ പുരുഷൻ. അപ്പോ ആയിഷയിൽ നിന്ന് നിവേദനം, അബൂ ഹുദൈഫയുടെ ഭാര്യ സഹ്ല ബിൻതു സുഹൈൽ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ,
അബൂ ഹുദൈഫയുടെ ദത്തുപുത്രനായ സാലിം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ വീട്ടിലാണ് കഴിയുന്നത്. അദ്ദേഹം ഇതര പുരുഷന്മാരെ പോലെയായിട്ടുണ്ട്, അതായത് പ്രായപൂർത്തിയായിട്ടുണ്ട്. പുരുഷന്മാർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അദ്ദേഹവും മനസ്സിലാക്കുന്നു, അതായത് വീട്ടിലുള്ള സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അയാൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞു, നീ അവരെ മുലയൂട്ടുക, എങ്കിൽ അവൻ നിനക്ക് മഹ്റമായി തീരുകയും നിഷിദ്ധമായി തീരുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ സ്ത്രീ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അവൻ ഇതര പുരുഷന്മാരെ പോലെ പ്രായപൂർത്തി എത്തിയല്ലോ, യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആളാണ്, അതെങ്ങനെ സാധ്യമാകുമെന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ ചിരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തോളാൻ കൽപ്പിച്ചു എന്നാണ് ഹദീസ് പറയുന്നത്. ഇനിയും എം അക്ബറിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. ശരി, വിമർശകരനെ പറഞ്ഞ് ശരിയാക്കുന്നത് അതാണ് ഇസ്ലാം ഭയങ്കര ധാർമ്മികത എന്ന് പറയും. എന്നിട്ട് വലിയൊരു മനുഷ്യർക്ക് മുലപ്പാൽ കൊടുക്കാൻ മുഹമ്മദ് കൽപ്പിച്ചു. എന്തിനാണ്? എന്നിട്ട് ആ മുലപ്പാൽ കൊടുക്കാൻ നബി കൽപ്പിച്ചപ്പോൾ ഭർത്താവ് കൂടെ നിന്ന് പാല് കൊടുത്തു. അതുകൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഇതാണ് ഹദീസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ ഹദീസ് കോർപ്പസ് എന്ന് പറയും. ഹദീസ് എന്ന് പറഞ്ഞാൽ ഹദീസിനെ മനസ്സിലാക്കേണ്ട രീതിയുണ്ട്. ഹദീസുകളില് സംഭവങ്ങളുടെ ഒരു ഭാഗമായിരിക്കും ചില സ്ഥലത്തുണ്ടാകുക, വേറൊരു ഭാഗമായിരിക്കും വേറൊരു സ്ഥലത്തുണ്ടാകുക. സംഭവങ്ങൾ അല്ലാഹു പറയും, അത് പ്രവാചകൻ വന്ന് നമ്മളെ പഠിപ്പിക്കും. പിന്നീട് അത് വ്യാഖ്യാനിക്കേണ്ടത് ആരാ? നൂറ്റാണ്ടുകൾക്ക് ശേഷം വരുന്ന ആളുകള് അതിനെ ഒന്ന് ന്യായീകരിച്ച് വ്യാഖ്യാനിച്ച് വെളുപ്പിച്ചോണം. ഇസ്ലാമിലെ മുലകുടി ബന്ധം എന്ന് പറയുന്നത് കുട്ടി ജനിച്ച് 2 വർഷത്തിനകത്ത്, കുട്ടിക്ക് 2 വയസ്സാകുന്നതിനകത്ത് സംഭവിക്കേണ്ടതാണ്. ഇതര പുരുഷന്മാരെ പോലെ ആയതിനു ശേഷം എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ ഭാര്യമാർക്ക് പോലും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഹദീസുകളും ചരിത്രങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ ഹദീസിനെ മുൻനിർത്തി ഇസ്ലാമിലെ ധാർമ്മികതയെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് യാതൊരു ഉളുപ്പും തോന്നുന്നില്ലല്ലോ ഉസ്താദുമാരെ? പ്രവാചകന്റെ ഭാര്യമാര് പോലും അക്കാലഘട്ടത്തിൽ ഇതിനെ നിശിതമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തിരുന്ന വസ്തുതയാണ്. അപ്പോ മതപരമായ സംഭവങ്ങളെ വ്യാഖ്യാനിക്കേണ്ടത് ആരാ? എങ്ങനെയാ വ്യാഖ്യാനിക്കുന്നത്? ഇനിയിപ്പൊ സാലിമിന് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ, മുലപ്പാല് പിഴിഞ്ഞു നൽകാനാണ് പറഞ്ഞതെങ്കിൽ അതവിടെ വ്യക്തമായും പറയേണ്ടുന്നതില്ലേ? ഇല്ലേ? ഏത് സാമൂഹിക പശ്ചാത്തലത്തിലായിരുന്നാലും ശരി, ദത്തുപുത്രൻ എന്ന നിലയിൽ സാലിമ വീട്ടിൽ കഴിഞ്ഞിരുന്നത് ഒരു മകനെ പോലെയായിരുന്നു എന്നല്ലേ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത്. വീട്ടിനകത്ത് നടക്കുമ്പോൾ സ്ത്രീകളുടെ സ്വകാര്യത അയാൾ കാണുന്നു. അതായത് എന്താ? മുഖം കാണുന്നു, കയ്യും കാണുന്നു. ഇതല്ലേ? ഇതിന് താൽക്കാലികവും പരിമിതവുമായിട്ടുള്ള മറുപടി ഇത്തരം തോന്നിയാസങ്ങളായിരുന്നോ? ഒരു പ്രായപൂർത്തിയായ പുരുഷൻ ഒരു സ്ത്രീയുടെ മുല കുടിക്കുമ്പോഴുണ്ടാകാവുന്ന വൈകാരികത എന്താണ് എന്ന് കർമ്മശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ തന്നെ അതിനെ വളരെ കൃത്യമായ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ സന്ദർഭത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടിട്ട് സ്പർശനമോ വികാരമോ ഉണ്ടാകില്ല എന്ന് എങ്ങനെ പറയും? ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ അകത്ത് നിന്ന് തന്നെ പല കാര്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളിലാണ് ഇവരൊക്കെ കാണുന്നത്. ഇവര് കാണുന്ന രൂപത്തിലല്ല ലവര് കാണുന്ന രൂപത്തിലല്ല മറ്റവര് കാണുന്നത്. പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞിട്ട് പോയി, അതിനെ ന്യായീകരിക്കാൻ ഈ കാലഘട്ടത്തിൽ ഇവര് കിടന്ന് പെടുന്ന പാട് ഓർക്കുമ്പോഴാണ് അയ്യോ ഇതൊരു തെണ്ടിത്തരമാണ് എന്ന് എങ്ങനെയാ പറയാതിരിക്കുന്നത്? പ്രവാചക കാലഘട്ടത്തിൽ ഇത്തരം സംഭവങ്ങളെ എതിർക്കാൻ അന്നത്തെ സാമൂഹികവും ധാർമ്മികവുമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അവരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ വളർത്തുപുത്രൻ സ്വന്തം പുത്രനെ പോലെ അല്ല എന്ന് കാണിക്കാൻ ഇങ്ങനെ ഒരു തെമ്മാടിത്തരം അനുവദിച്ചു കൊടുക്കണമായിരുന്നോ? അതല്ലാതെ എന്തെല്ലാം മാർഗങ്ങൾ? പടച്ചോണ്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പടപ്പുകൾ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതങ്ങനെ തന്നെയല്ലേ സംഭവിക്കുക? അപ്പോ ഇതൊന്നും തീർത്തും അങ്ങോട്ട് ശരിയല്ല. നമുക്കിതൊന്നും അംഗീകരിക്കാനും പറ്റില്ല. ഇനിയും പ്രവാചകന്റെ ഭാര്യമാർക്ക് വേറെ നിയമം, പ്രവാചകന്റെ അനുചരന്മാരുടെ ഭാര്യമാർക്ക് വേറെ നിയമം. അതെങ്ങനെയാ മതത്തിൽ ശരിയാക്കുക? ഖുർആനിന്റെ നിയമമല്ലേ പ്രവാചകന്റെ ജീവിതം. അപ്പൊ ഖുർആനിൽ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ, പ്രവാചക ജീവിതത്തിൽ ഒരു വസ്തുത വന്നു കഴിഞ്ഞാൽ ലാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ,
അള്ളാഹുവിന്റെ ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ പ്രവാചകൻ ഒന്നും ചെയ്തിട്ടില്ല എന്നല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ശരിയാകും? ഇനി ഇത് മാത്രമല്ല, ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളായിരുന്നാലും, ഇനിയിപ്പൊ അതല്ല ഉസ്താദുമാര് മതപുരോഹിതന്മാരായിരുന്നാലും ശരി, ഇത്തരം വിഷയങ്ങള് ഏതെല്ലാം വീക്ഷണങ്ങളിലാണ് കാണുന്നത് എന്നറിയാമോ? ഓരോരുത്തരും അവനവന്റെ ബുദ്ധിക്കും യുക്തിക്കും യോജിച്ച രൂപത്തിൽ ഇതിനെ ന്യായീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും പെയിന്റ് അടിച്ച് വെളുപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് നിങ്ങൾ പ്രബുദ്ധരായിട്ടുള്ള ഒരു സമൂഹത്തോടാണ് പറയുന്നത് എന്ന നല്ല ഓർമ്മയിരുന്നോട്ടെ. നന്ദി.